ACCA പഠിച്ചാൽ ജോലി കിട്ടുമോ? ജോലി കിട്ടിയാൽ തന്നെ എത്രയായിരിക്കും സ്റ്റാർട്ടിങ് സാലറി? ഇത് പഠിക്കാൻ ഭയങ്കര ടഫാണോ? ഹലോ എവ്രി വൺ, ഇത്തരം ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് പേഴ്സണോട് ചോദിച്ചിട്ടാകണം. ACCA ആസ്പിറൻസിൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനാണ് ഓഡിറ്റർ എന്ന് പറയുന്നത്. സോ ഹിയർ വി ഹാവ് ആകാശ് പ്രസാദ്, ഹു ഇസ് എൻ എക്സ്റ്റേണൽ ഓഡിറ്റർ അറ്റ് SRBA, a member firm of EY India. So welcome ആകാശ്. ആകാശ് ഒരു ഓഡിറ്റർ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. ഡിഗ്രിക്ക് 3 വർഷം നമ്മൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. പക്ഷേ 3 വർഷം പഠിച്ചപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു, ആകാശ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആകാശ് ഇസ് ബേസിക്കലി എൻ ഉഴപ്പൻ. +1 +2 വരെ ഞാൻ കേട്ടിട്ടുണ്ട് നീ ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു, സ്കൂൾ ടോപ്പറാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഡിഗ്രി ആ 3 ഇയർ ശരിക്കും പറഞ്ഞാൽ നീ കുട്ടിയോട് പറഞ്ഞ പോലെ ഡിഗ്രി കാലം അടിച്ചു പൊളിച്ച ഒരാളാണ് നീ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീ ACCA ചൂസ് ചെയ്തപ്പോൾ അത് ഞാൻ കോമൺലി കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഭയങ്കര പഠിപ്പിസ്റ്റിന് മാത്രമാണോ ACCA പറ്റുക, അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് ACCA പോസിബിൾ ആണോ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ആ ഒരു 3 വർഷം ബുക്സുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇരുന്ന ഒരാളാണ് ആകാശ്. അത് കഴിഞ്ഞിട്ടാണ് ആകാശ് ACCA ചൂസ് ചെയ്യുന്നത്. അപ്പം അതിനോടുള്ള നിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അതായത് പഠിപ്പിസ്റ്റിന് മാത്രമേ ACCA പറ്റുള്ളൂ എന്നുണ്ടോ, അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻറ്റ് അത് പോസിബിൾ ആണോ? ACCA കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മൗണ്ടൈൻ ടാസ്ക് ഒന്നുമില്ല. അതായത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു എബവ് ആവറേജ് സ്റ്റുഡൻറ്റ് കൺസിസ്റ്റൻറ്റ് സ്റ്റഡീസ് കൂടെ ത്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ബിക്കോസ് ഞാനൊരു പാസ്റ്റിൽ ഞാനെന്ന് പറഞ്ഞാൽ സോ മെനി സ്ട്രഗിൾസ് ഹേർഡിൽസ് കരിയർ വൈസ് ആണെങ്കിൽ കുറേ ഗ്യാപ്പ് വന്നൊരു സ്റ്റുഡൻ്റാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു 18 to 27 ഇയേഴ്സ് വരെയുള്ള ലൈഫ് സ്പാനിൽ ഞാൻ കുറേ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരു എബവ് ആവറേജ് സ്റ്റുഡൻസിന്, അതായത് ഒരു കൺസിസ്റ്റൻ്റ്, ഇപ്പോൾ ഒരു ടൈം ഒരു പേപ്പർ ഫെയിലായാലും സെക്കൻഡ് ടൈം ആയാലും തേർഡ് ടൈം ആയാലും നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സ്റ്റുഡൻറ്റിനും ത്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ബിക്കോസ് അത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയാലും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയാലും നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമുക്കൊരു കാര്യം നേടണം എന്നുള്ള മനസ്സിൽ നമുക്കുണ്ടെങ്കിൽ അത് എബവ്. ബിക്കോസ് അതിൻ്റെ ഒരു എക്സാക്ട് എക്സാമ്പിളാണ് ഞാൻ. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു എബവ്, ബിക്കോസ് എനിക്ക് +2 കഴിഞ്ഞപ്പോൾ ഞാൻ BCom ചെന്നപ്പോൾ തന്നെ ഞാൻ ക്ലാസ്സിൽ, സത്യം പറഞ്ഞാൽ 3 ഇയേഴ്സിൽ ഞാൻ ക്ലാസ്സിൽ തീരെ കയറിയില്ല എന്ന് പറയാം. കാരണം എനിക്ക് എല്ലാ സെമിസ്റ്റേഴ്സിലും എനിക്ക് അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് BCom കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു, ബിക്കോസ് എൻ്റെ ബ്രദറാണ് എന്നെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. പ്ലസ് ജോജോ ആണെങ്കിലും, ബിക്കോസ് ഗോപിക, ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് ഗോപിക. അപ്പോൾ ആ ടൈമിൽ എനിക്ക് എന്താ പറയുക, ACCA എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. ബിക്കോസ് CA ACCA എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ കേസ് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരാൾക്ക് അത് ഗ്രാബ് ചെയ്യാൻ പറ്റുമോ. ബിക്കോസ് എനിക്ക് BCom കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ, ബിക്കോസ് ക്ലാസ് കയറാണ്ട് ആ ബേസ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഒരു റൂമിൽ ഒരു 2 to 3 ഇയേഴ്സ് ഞാൻ അതിനു വേണ്ടി മീൻസ് 100% എഫേർട്ട് എടുത്തെന്ന് പറയാം. എല്ലാ രീതിയിലും പല കാര്യങ്ങളോടും ഞാൻ നോ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇപ്പം കറൻ്റ്ലി നൗ ഐ ആം വർക്കിംഗ് ഇൻ SRBA മെമ്പർ ഫോം ഇന്ത്യ. സോ ഒരു ബേസ് ലെവൽ, ഒരു എബവ് ആവറേജ് ആയാലും ബിലോ ആവറേജ് ആയാലും നമുക്ക് അതിൻ്റെ ഉള്ള ഒരു പൊട്ടൻഷ്യൽ, അതാണ് മെയിൻ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ. അതുണ്ടെങ്കിൽ ഏതൊരു കോഴ്സും ACCA അല്ല ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയാലും അതൊക്കെ പറ്റുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം അതേപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എനിക്കൊന്ന് BComന് എക്സംഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ACCAക്ക്, ഞാനും 4 പേപ്പർ ആണെങ്കിലും നിനക്കും 4 പേപ്പേഴ്സ് ആയിരുന്നു എക്സംഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം എക്സംഷൻ കിട്ടിയിട്ട് എന്താ പറയുക, ബാക്കി പേപ്പേഴ്സ് എഴുതിയവരാണ് നമ്മൾ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6 പേപ്പേഴ്സോളം എക്സംഷൻ കിട്ടുന്നുണ്ട്. 6 മാത്രമല്ല, 7 പേപ്പർ, 8 പേപ്പർ, പിന്നെ MBA ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് ഒരുപാടുണ്ട്. MBA + ACCA എന്ന് പറഞ്ഞിട്ട് കോഴ്സസ് ആദ്യം. അപ്പം ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 9 പേപ്പർ എക്സംഷൻ കിട്ടിയിട്ട് ഒരു കൊച്ച് 10th പേപ്പർ എഴുതുമ്പോൾ അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ലേ ആക്ച്വലി പറഞ്ഞാൽ, അല്ലെങ്കിൽ വർക്കിനും സ്റ്റഡീസിലും ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ വർക്കിനും ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ല, ആ ബേസ് സ്ട്രോങ് അല്ലാത്തതിൻ്റെ. അതിനെ പറ്റിയിട്ട് എന്താണ് ആകാശിന് എങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്? ആ ഒരു എക്സംഷൻ കിട്ടിയത് കൊണ്ട് അതൊരു സ്റ്റഡീസിനായിക്കോട്ടെ വർക്കിനായിക്കോട്ടെ ആ എക്സംഷൻ പോസിറ്റീവായിട്ടാണോ വന്നിട്ടുള്ളത്, നെഗറ്റീവായിട്ടാണോ ആകാശിന് തോന്നിയിട്ടുള്ളത്? ഓഫ് കോഴ്സ്, എന്താ പറയുക, ഒരാൾ എക്സംഷൻ ഇപ്പോൾ ഒരു 9 പേപ്പേഴ്സൊക്കെ എക്സംഷൻ, 1 to 4 പേപ്പേഴ്സ് എക്സംഷൻ. ബിക്കോസ് അത് നമ്മൾ BCom ഗ്രാജുവേറ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്കതൊരു നമുക്കത് എന്താ പറയുക, ഒരു കോഴ്സ് ACCA എന്ന കോഴ്സിൻ്റെ അകത്ത് നമുക്കൊരു 4 പേപ്പർ എക്സംഷൻ പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഗുണമാണ്. പക്ഷേ ഈ 9 പേപ്പർ എക്സംഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്കിൽ ലെവലിൽ നിന്ന് പ്രൊഫഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്റ്റേജിൻ്റെ ഒരു മാറ്റമുണ്ട്. അപ്പം പെട്ടെന്ന് ഒരാൾ 9 പേപ്പർ എക്സംഷൻ കിട്ടി സഡൻലി
സഡൻലി പി ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പേപ്പറാണ്. അപ്പോൾ ഇത്രയും എക്സംഷൻ കിട്ടി വരുമ്പോൾ നമുക്കത് ബേസിക്കലി നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്സും അല്ല, പിന്നെ നമുക്ക് ഈ എക്സംഷൻ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഉണ്ടാവും. പക്ഷേ അല്ലാണ്ട് ഒരു സ്റ്റുഡൻറ്റോ ഒരു വർക്ക് ലൈഫിലോ നോക്കുമ്പോൾ നമുക്ക് ഈ 9 പേപ്പർ എക്സംഷൻ കിട്ടാതെ നമ്മൾ എഫേർട്ട് എടുത്ത് സ്കിൽ ലെവലും എല്ലാ പേപ്പറും പാസ്സായി വരുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമ്മളെ ബേസ് തറവായാലും കോൺസെപ്റ്റ് വൈസും എല്ലാ വൈസും നമ്മൾ തറവായാലും നമുക്ക് വർക്ക് ലൈഫിലായാലും നമ്മളെ എന്ത് കരിയറാണ് നമ്മളിപ്പോൾ സ്റ്റഡീസ് ഇപ്പം നമ്മൾ ഫാക്കൽറ്റി ആണ് ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നെങ്കിലും അത് ബേസ് തറവാണ്. പക്ഷേ നമ്മൾ 9 പേപ്പർ എക്സംഷൻ കിട്ടി വരുമ്പോൾ ഒരു ബേസ് സ്ട്രോങ് അല്ലാത്ത രീതിയിൽ തന്നെ എക്സാം 9 പേപ്പേഴ്സിന്റെ അഡ്വാൻസ് ലെവലാണ് ബാക്കിയുള്ള 4 പേപ്പേഴ്സ്. അപ്പോൾ ആ അഡ്വാൻസ് ലെവൽ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ ബേസ് സ്ട്രോങ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. വർക്കിന് പോകുമ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? വർക്കിന് എനിക്ക് 1 to 4 പേപ്പേഴ്സ്. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പലരും ഈ 9 പേപ്പർ എക്സംഷൻ കിട്ടി വന്നവർക്ക് അവർക്ക് സഡൻലി ബിക്കോസ് ഞാൻ ഇത് കഴിഞ്ഞ് എനിക്ക് എക്സംഷൻ ഇത്രയും പേപ്പർ ICC കഴിഞ്ഞുകൊണ്ട് നമുക്കൊരു അഡ്വാൻസ് ഇതെന്ന് പറഞ്ഞാൽ MBA നമുക്ക് എക്സംഷൻസ് ഉണ്ടാവും ചില പേപ്പറിൽ. അപ്പം ആ ടൈമിൽ ഞാൻ ICCൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ MBA ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷേ ആ ടൈമിൽ എനിക്ക് മനസ്സിലാക്കി തന്നെ പലരും എൻ്റെ കൂടെ പഠിക്കുന്ന MBA പഠിക്കുന്ന കുട്ടികൾ അവർ ഈ 9 പേപ്പർ എക്സംഷൻ കിട്ടി വന്ന് അവർ എന്താ പറയുക എക്സാംസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ അടുത്ത് ഞാൻ അവരായിട്ട് കോൺവേഴ്സ് ചെയ്തപ്പം അറിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാ പേപ്പറും 1 to 4 ഇറ്റ്സ് ഓക്കെ. ബട്ട് അതർ ദാൻ ദാറ്റ് 5 to 9 പേപ്പേഴ്സ് എക്സംഷൻ എന്ന് പറയുന്നത് അതൊരു നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് ഏകദേശം അവർക്ക് ഓക്കെ. പിന്നെ പ്രശ്നം വരെ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് ഇന്റേൺ ഒക്കെ ആയിട്ട് കയറുമ്പോൾ ജേർണൽസ് ലെഡ്ജർ എൻട്രി പാസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലയന്റ് എൻട്രി റിവേഴ്സ് ചെയ്യുക അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്റ്റക്ക് ആ ഒരു ബേസ് സ്ട്രോങ് അല്ലാത്തതിന്റെ ഇഷ്യൂ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം 9 പേപ്പർ എക്സംഷൻ കുറച്ചൊരു എന്താ പറയുക ഒരു ബേസ് കിട്ടാത്തതിൻ്റെ ഒരു ഇഷ്യൂ നന്നായിട്ടുണ്ടാവും. 4 പേപ്പർ ഇസ് ഫൈൻ വാട്ട് എവർ ഇറ്റ് ഇസ്. ആ ഒരു ബേസ് നമ്മൾ ഈവൻ ദോ അത് എക്സംഷൻ ആണെങ്കിൽ കൂടെ ആ പേപ്പേഴ്സ് നമ്മളൊന്ന് റിവൈസ് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ആകാശ് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിലാണോ ക്ലിയർ ചെയ്തത്? ഇല്ല, ഞാൻ F ലെവലിൽ ആണെങ്കിൽ തന്നെ എനിക്ക് കോസ്റ്റിംഗ് ആണ് ഞാൻ പോസ്റ്റിങ്ങും ഒരു ഫസ്റ്റ് ടൈം അല്ല പാസ്സായത്. പിന്നെ P ലെവലിലേക്ക് വരുമ്പോൾ ഞാൻ AAA എന്ന പേപ്പർ ഞാൻ 3rd അറ്റംപ്റ്റിലാണ് പാസ്സായത്. അപ്പം ഒരു പേപ്പർ നമ്മൾ ഫെയിലാവുന്ന സമയത്ത് എൻ്റെ സ്റ്റൈൽ ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി എൻ്റെ സ്റ്റൈൽ ഓഫ് സ്റ്റഡി ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്സ് ക്ലബ് പ്ലാൻ ആയാലും BPP ആയാലും ടെക്സ്റ്റ് ബുക്സ് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ ഏതൊരു എക്സാമിന് അപ്രോച്ച് ചെയ്യുക. അത് എനിക്കൊരു കോൺഫിഡൻസ് ആണ്. ബട്ട് അങ്ങനെ ഒരു ആവശ്യം നമുക്ക് ACCയിൽ വരുന്നില്ല. കാരണം ക്ലാസ്സസ് ആർ മോർ ദാൻ ഇനഫ്. ബിക്കോസ് അതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു എക്സാം പാസ്സാവേണ്ട എല്ലാ ഇതും കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റൈൽ ഓഫ് സ്റ്റഡി എനിക്കൊരു സബ്ജക്റ്റ് തറവായി പഠിക്കുന്ന ഒരു മൈൻഡായിരുന്നു പണ്ടേ. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്സിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ നമ്മൾ ഒരു പേപ്പർ ഫെയിലായി കയറും നമുക്ക് മാർക്കറ്റിൽ കുറേ റിസോഴ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴിയായാലും അവർ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ പ്രാക്ടീസ് ടു പാസ് എന്ന വെബിനാറുണ്ട്. അതിലൂടെയാണ് ഞാൻ ഇപ്പോൾ 2nd ടൈം 3rd ടൈമൊക്കെ ഫെയിലായ സമയത്തൊക്കെ ഞാൻ ആ രീതിയിലൂടെയാണ് ഞാൻ എക്സാംസ് റാപ്പ് ചെയ്തത്. പിന്നെ കൂടുതൽ അവേഴ്സ് ലൈക്ക് ടൈം ടേബിളൊക്കെ ഫുൾ വേറെ രീതിയിലാക്കി ഒരു ലൈക്ക് നമ്മളൊരു പേപ്പർ ഇപ്പോൾ XCCA കോഴ്സിന് തന്നെ നമുക്ക് എന്താ പറയുക ഒരു ടൈം ഫെയിലാകുമ്പോൾ നമുക്ക് ഈ മോണിറ്ററി നമുക്ക് ആ ഒരു ഇതാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഒരു മോട്ടിവേഷണൽ ഇത് വരും. നമുക്ക് എന്താ പറയുക ഓക്കെ നെക്സ്റ്റ് ടൈം വി ഷുഡ് ഗ്രാബ്. ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എഫോർട്ട് എടുത്താൽ നമുക്ക് എന്തായാലും എക്സൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് മാക്സിമം ഒരു 3 ടൈംസിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതൊരു പേപ്പറും മാക്സിമം അത്ര നമുക്ക് എന്തായാലും പാസ്സാകാൻ പറ്റുന്ന ഉറപ്പാണ്. ആകാശിന്റെ ഒരു ജോബ് സെർച്ച് ഒക്കെ എങ്ങനെയാണ്? എപ്പോഴായിരുന്നു ജോബിനൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഞാൻ 11 പേപ്പേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോബിന് ജോബ് സെർച്ച് വെബ്സൈറ്റ് എങ്ങനെയൊക്കെയാണ് ജോബ് സെർച്ചിന്റെ ഒരു ജോബ് സെർച്ച് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുക പറഞ്ഞാൽ ഇപ്പം നമ്മൾ കരിയർ വൈസ് എൻ്റെ അപ്രോച്ചാണ് ഞാൻ പറയുന്നത്. കരിയർ നമ്മൾ സൈറ്റ്സ് ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ നമുക്ക് ജോബ് വേക്കൻസി എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. അതിലൂടെ പോകുന്ന നമുക്ക് എന്താ പറയുക ഒരു പൊസിഷന് വേണ്ടിയിട്ട് തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാവും നമുക്ക് ഒരു പൊസിഷന് വേണ്ടി. പക്ഷേ നമ്മൾ അവിടുന്ന് വേറിട്ട് നിൽക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ലിങ്ക്ഡിൻ ത്രൂ ആണ് ഞാൻ മെയിൻലി കണക്ട് ചെയ്ത് നോക്കി. നെറ്റ്വർക്കിംഗ് ലൈക്ക് ബിഗ് ജയൻസിലെ HRസുമായിട്ട് കണക്ട് ചെയ്ത് അവരോടെ നമ്മൾ ടെംപ്ലേറ്റ് ഫോം നമ്മൾ അവരായിട്ട് കോൺവേഴ്സ് ചെയ്യുക.
ആ ഒരു ബേസിക്കലി ആ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തത്. എനിക്ക് ഇനീഷ്യലി ഞാൻ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കരിയേഴ്സ് വഴിയല്ലാതെ ഞാൻ പോയത്. അതായത് നമുക്കൊരു നമ്മളെ എന്താണെന്നുള്ളത് നമ്മൾ ലിങ്ക്ഡിൻ വഴി ഒരാളായിട്ട് കോൺവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അവരെ നമ്മൾ ഇൻ്റർവ്യൂവിന് കോൾ വരാനുള്ള ചാൻസസ് ആർ ഹൈ. ബിക്കോസ് അതർ ദാൻ ദാറ്റ് ഈ കരിയർ സൈറ്റ്സ് പോകുമ്പോൾ ഫിൽറ്ററിങ് കുറേ പ്രോസസ്സുകളുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ സെലക്ട് ചെയ്യണമെന്നുള്ള. അപ്പോൾ എൻ്റെ ഒരു മെത്തേഡ് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുക ലിങ്ക്ഡിൻ വഴി നമ്മൾ നെറ്റ്വർക്കിംഗ്, അതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. ആ ടൈമിൽ ഞാൻ ജോബ് സെർച്ച് ചെയ്ത ടൈമിൽ ഇനീഷ്യലി എനിക്ക് വേറെ പൊസിഷൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നൊരു മൈൻഡായിരുന്നു എൻ്റെ ഇനീഷ്യലി ഉള്ള ഒരു മൈൻഡ്. എനിക്ക് ടാക്സ് അങ്ങനത്തെ ഇതിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇതിലുള്ള പോയിന്റിലാണ് ഞാൻ 2 monthsോളം ഞാൻ ജോബിന് വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനീഷ്യലിയാണ് ഞാൻ പോസ്റ്റ് ആയത് SRA തന്നെ. ഞാൻ ബോംബെയിലായിരുന്നു ഞാൻ പോസ്റ്റിംഗ് ആയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ ട്രാൻസ്ഫർ ആയതാണ് കൊച്ചിയിലേക്ക്. കരിയർ പ്രോഗ്രഷനൊക്കെ എങ്ങനെയായിരിക്കും ജനറലി ഉണ്ടാവുക? നമ്മളിപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി പ്രൊമോഷൻ അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻറ്റ് അതൊക്കെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു മാർക്കറ്റ് സെനാരിയോ വെച്ചിട്ട് നമ്മളൊരു ബിഗ് 4 വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 2 years എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു 8 to 10 lakh വരെ സാലറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് നമ്മളെന്താ പറയുക, ആ ഒരു പെട്ടെന്ന് നമുക്കൊരു സെല്ല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മൾ വർക്കിൽ ഇമ്പ്രൂവ്മെൻ്റ് അതിൽ കൂടുതൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് കറൻറ്റ് സെനാരിയോ വെച്ചിട്ട് ഒരു 8 to 10 lakh വരെ നമുക്ക് ഒരു ACCA ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വിത്ത് എക്സ്പീരിയൻസ്. അതാണ് ബേസിക്കലി നമ്മളൊരു സെനാരിയോ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ നമുക്ക് ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ ഓഡിറ്റ് ഫീൽഡിലാണ് ആകാശ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഓഡിറ്റ് ഫീൽഡിൽ ആകാശിന് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏത് പറയും? നമുക്ക് ആസ് എൻ ഓഡിറ്റർ നമ്മൾ ഫസ്റ്റ് ബിഗ് 4 എത്തുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇൻവെൻട്രി കൗണ്ടിന് പോയപ്പോഴും ആ ടൈമിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ട്രാവൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് പുതിയ നമ്മളെക്കാട്ടും എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ലേഷർ നമുക്ക് കിട്ടുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ തന്നെ വേറെ വ്യത്യാസമാണ്. പക്ഷേ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു കൗണ്ടിന് പോയ സമയത്ത് തന്നെ നമുക്ക് കിട്ടിയ ഒരു വാം വെൽക്കം ഉണ്ട്. ഒരു ഓഡിറ്റർ എന്ന രീതിയിൽ നമുക്കൊരു മെയിൻലി കിട്ടുന്നതാണ് നമ്മളൊരു പ്ലേസിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാം വെൽക്കം. ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ പറ്റും കുറേ ടൈം. ഞാനൊരു 2 years ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് കുറേ കൗണ്ടിന് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇൻവെൻട്രി കൗണ്ട്, അസറ്റ് വെരിഫിക്കേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് ആസ് എൻ ഓഡിറ്റർ. ലൈക്ക് നമ്മൾ ഒരു കറൻറ്റ് സെനാരിയോ പറയുകയാണ്, നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഈ കറൻറ്റ് വേൾഡിൽ നമുക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റ് ആസ് എൻ ഓഡിറ്റർ അതും നമുക്ക് ഭയങ്കരമാണ്. അതായത് എവിടെ പോകുമ്പോൾ നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്ന രീതിയിൽ അതാണ് നമ്മൾ ചൈൽഡ്ഹുഡ് നമ്മൾ ഡ്രീം ചെയ്തതൊരു മെയിൻ കാര്യം അതായിരുന്നു. അതാണ് ഇപ്പോൾ എത്തിക്കുന്ന പൊസിഷൻ. പഠിക്കുന്ന സമയത്ത് കുറേ AA-ലും AAA-ലും നമ്മൾ കുറേ കൺസെപ്ച്വൽ ലേണിംഗ് കുറേ ഉണ്ടല്ലോ. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ, പിന്നെ നേരത്തെ പറഞ്ഞ ഇൻവെൻട്രി കൗണ്ട്. അപ്പോൾ ആ പഠിച്ചതൊക്കെ ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നോ? കൺസെപ്ച്വൽ ലേണിംഗ് ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മൾ ഇപ്പം നമ്മൾ ഓഡിറ്റ് ആണെങ്കിലും അക്കൗണ്ട്സ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ജേർണൽ എൻട്രീസും എല്ലാം നമുക്ക് ഒരു റിവേഴ്സ് എൻട്രീസ് ആണ് എന്തായാലും നമുക്ക് ഓഡിറ്റ് വർക്ക് ലൈഫിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ നമ്മൾ ഈ സബ്സ്റ്റാൻഷ്യൽ പ്രൊസീജിയേഴ്സ് നമ്മൾ AA പേപ്പറിൽ പഠിച്ച മാതിരി അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊരു ഏരിയ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് ആ ടൈമിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും. ലൈക്ക് വർക്ക് പ്രാക്ടിക്കലി നമുക്ക് വേറെ ഡിഫറൻസ് ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് അത് എന്താണ് നമ്മൾ ഓഡിറ്റ് എന്താണ് പേപ്പർ എന്നുള്ളത് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് ഒരു തറവാക്ക് ബേസിക്കലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. വർക്ക് റിലേറ്റഡ് ആയാലും എന്തിലായിരുന്നു. വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നമ്മൾ ചില ബിസി സീസണിലുണ്ടാവും, ആ ടൈമിൽ നമുക്ക് ചില പ്രഷർ ഒക്കെ ഉണ്ടാവും. പക്ഷേ അല്ലാണ്ട് നോക്കുമ്പോൾ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് പറഞ്ഞാൽ നമുക്ക് അത്ര പ്രഷറൊന്നും ഇല്ലാത്ത മാസങ്ങൾ ഒരു ബിഗ് 4 കയറുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു പ്രഷറും ഉണ്ടാവുള്ളൂ. പിന്നെ വർക്കാണെങ്കിൽ നമ്മൾ ഓഫീസ് എൻവയോൺമെൻ്റ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ഇനീഷ്യലി ഏതൊരു ആൾ നമ്മൾ വർക്കിൽ കയറുന്ന സമയത്ത് നമുക്ക് എന്തായാലും സ്ട്രഗിൾ ചെയ്യും. പിന്നെ ഗ്രാജുവലി ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസും ആ ഒരു പ്രഷറും എന്തായാലും നമ്മൾ ഒരു ഡേ ടു ഡേ റൂട്ടീൻ കാര്യമായി നമ്മളെ വർക്കും മാറുന്നു. പിന്നെ നമ്മൾ ഏതൊരു പ്രൊഫഷനായാലും നമ്മളതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഈസിലി നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓഡിറ്റ് ആയാലും ഏതൊരു പ്രൊഫഷനായാലും. അപ്പം നമ്മൾ ആ ഒരു സ്നേഹത്തോടെ നമ്മൾ എന്താണ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയാലും എല്ലാം കൊണ്ട് നമുക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പം ACCA ആസ്പിരൻസിനോട് ആകാശ് എന്താ പറയുള്ളത്?
ACC ആസ്പിറൻസ് ഇപ്പോൾ കറണ്ട് സെനാരിയോ ഈ മാർക്കറ്റിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ACCA എന്നൊരു കോഴ്സ് നമ്മൾ ഏത് ACC അല്ല ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും നമ്മളെ 100% നമ്മൾ ഇപ്പോൾ പാർട്ട് ക്വാളിഫൈഡ് ആയാലും ഫുൾ ക്വാളിഫൈഡ് ആയാലും എന്തായാലും നമ്മൾ 100% നമുക്ക് റിസൾട്ട്സ് ഇട്ട് നമ്മൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ആ ഒരു ബേസ് ലെവൽ എൻട്രി ആണ് ഈ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. നമ്മളിപ്പോൾ 10th കഴിഞ്ഞ് നമ്മൾ ഒരു +2 അത് കഴിഞ്ഞ് BCom അങ്ങനെ പറഞ്ഞാൽ ഇനി നമുക്ക് ലാസ്റ്റ് ഫേസാണ് ACCA ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിലൊക്കെ നമുക്ക് വൈഡ് ഓപ്പർച്യൂണിറ്റീസാണ് നമുക്കുള്ളത്. ലൈക്ക് മിഡിൽ ഈസ്റ്റിലായാലും അവിടെയായാലും നമുക്ക് ഈ ACCA ക്വാളിഫൈഡ് ആയ ആൾക്കാരാണ് പല ഫേംസിനും ടോപ്പിലിരിക്കുന്നത്. നമുക്ക് വൈഡ് ഓപ്പർച്യൂണിറ്റീസാണ്. സോ നമ്മൾ എന്താ പറയുക, ഈ കറണ്ട് സെനാരിയോ നമ്മൾ ACCA ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ബിഗ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പല വർക്കിലാണെങ്കിൽ ബിഗ് ഫോർ അല്ലാണ്ട് തന്നെ നമ്മൾ എല്ലാവരും ബിഗ് ഫോർ എന്നൊരു കോൺസെപ്റ്റ് എല്ലാവരും മാറ്റി പിടിച്ചാൽ തന്നെ പലതും നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. UK ഫേംസ് അങ്ങനെ എല്ലാ ഫേംസും നമുക്ക് ACCA പ്രത്യേകിച്ച് നമുക്ക് IFRS എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് പല ഫേംസും നമ്മളിപ്പോൾ നമുക്ക് ഈസിലി നമുക്ക് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ACCA എന്ന പ്രൊഫഷൻ പിന്നെ MOEs ഉണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പല രാജ്യങ്ങളിലും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കൂടുതൽ MOEs വരുന്നതുകൊണ്ട് നമുക്ക് ACCA ക്വാളിഫൈഡ് ആയ ആൾക്ക് നമുക്ക് ഗ്ലോബലി പോയ എല്ലാ കൺട്രീസിലും നമുക്ക് ഇനിയുള്ള കമ്മിങ് ഇയേഴ്സിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ACCA എന്നുള്ളത് നമ്മളൊരു ബേസ് ലെവലാണ്. അത് കഴിഞ്ഞ് നമ്മൾ എക്സ്പീരിയൻസ് ആണ് മാറ്റേഴ്സ്. ബിക്കോസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് സെല് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിലി നമ്മൾ ഏതൊരു പൊസിഷൻ നമുക്ക് എത്താൻ പറ്റുമോ അത് ഈസിലി എത്താൻ പറ്റുന്നതാണ്. സ്റ്റഡീസിന്റെ സമയത്താണെങ്കിൽ നമ്മൾ ഫുൾ ഡിറ്റർമിനേഷനോട് കൂടെ തന്നെ പഠിക്കുക. ഈവൻ ജോലി എടുക്കുന്ന ഒരു ഇനീഷ്യൽ പീരീഡിലാണെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും കൂടുതൽ വർക്ക് പഠിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞ നമ്മൾ തന്നെ സെല്ല് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കറണ്ട് സെനാരിയോയിൽ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതായത് ഈ മാർക്കറ്റിൽ ആരാണോ കൂടുതൽ നമുക്ക് എഫേർട്ട് എടുത്ത് ഈച്ച് ഇൻഡിവിജ്വൽ വെച്ച് നമ്മൾ എന്താ പറയുക വേറിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ നിൽക്കാൻ പറ്റുന്നൊരു വ്യക്തിക്ക് എവിടെയും എത്താൻ പറ്റും. അത് നമ്മളിപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് 100% നമ്മൾ ഒരു പല കാര്യങ്ങളോട് നോ പറഞ്ഞിട്ടും നമ്മളെ സെൽഫ് മോൾഡ് ചെയ്ത് നർച്ചർ ചെയ്ത് നമ്മൾ വരാൻ പറ്റിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും എവിടെയും എത്താൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. Okay, that's great, and thank you so much for your valuable insights. Thank you.